സുനിൽ ഗവാസ്കറുടെ വിമർശനങ്ങൾക്കെതിരെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബിസിസിഐക്ക് പരാതി നൽകി എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും രോഹിത് ശർമ്മയ്ക്കെതിരെ ഗവാസ്കർ തിരിഞ്ഞിരിക്കുകയാണ്. രോഹിത് ശർമ്മ രഞ്ജി ട്രോഫിയിൽ കളിച്ചത് ബിസിസിഐയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി മാത്രമാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയുവാനാകില്ല എന്നാണ് ഗവാസ്കർ പറയുന്നത്. ജമ്മു കാശ്മീരിനെതിരായ മത്സരത്തിൽ രോഹിത്തും ശ്രേയസും നല്ല രീതിയിൽ തിളങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണ മനസ്സോടെയാണോ അതോ ബിസിസിഐയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്താകാതിരിക്കുവാനാണോ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയുവാനാകില്ല എന്നാണ് ഗവാസ്കർ പറയുന്നത്. പന്തിന് നല്ല മൂവ്മെന്റ് ലഭിച്ച പിച്ചിൽ നിലയുറപ്പിച്ച് കളിക്കാൻ ശ്രമിക്കാതെ അടിച്ചു കളിക്കാൻ നോക്കി വിക്കറ്റ് കളയുകയായിരുന്നു ഇരുവരും. രോഹിത്തിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ നല്ല ഫോമിലല്ല എന്നും മനസ്സിലാകും. ഇത്തരം സാഹചര്യങ്ങളിൽ ക്രീസിൽ പിടിച്ചു നിന്ന് റൺസ് കണ്ടെത്താൻ ശ്രമിക്കാതെ തകർത്തടിക്കാൻ നോക്കുന്നത് ശരിയായ സമീപനമാണെന്ന് കരുതുന്നില്ല. ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ടെസ്റ്റിലും പലരും അമിത ആവേശം കാട്ടി പുറത്തായതാണ് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായത്. അന്ന് പിടിച്ചു നിന്ന് 50 റൺസെങ്കിലും അധികം നേടിയിരുന്നെങ്കിൽ മത്സര ഫലം മാറിയേനെ എന്നാണ് ഗവാസ്കർ പറയുന്നത്. എന്താണെങ്കിലും ഗവാസ്കർ വീണ്ടും രോഹിത്തിന് എതിരെ തിരിയുകയാണ്. പല രീതിയിലും വിമർശനങ്ങൾ രോഹിത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒട്ടും ഫോമിലല്ല. അതുപോലെ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെയും ആരാധകരോഷം പുകയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഗവാസ്കറുടെ ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ.